വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ നാമത്തിൽ സ്ഥാപിതമായ ഈ വിദ്യാലയത്തിൽ 22 അധ്യാപകരും 4 അനധ്യാപകരും സേവനമനുഷ്ഠിക്കുന്നു. UP-HS വിഭാഗങ്ങളിലായി 402 വിദ്യാർത്ഥികൾ ഇവിടെ അധ്യയനം നടത്തിവരുന്നു. ഈ അധ്യയന വർഷം നമ്മുടെ സ്കൂളിൽ നിന്നും സുദീർഘ സേവനത്തിന് ശേഷം വിവിധ സ്കൂളുകളിലേക്ക് സ്ഥലം മാറിപ്പോയ അധ്യാപകാനധ്യാപകർക്ക് പ്രാർത്ഥനകൾ നേരുന്നതിനോടൊപ്പം തലസ്ഥാനത്തേക്ക് നിയമിതരായവർക്ക് സ്വാഗതം ആശംസിക്കുകയും ചെയ്യുന്നു. 2024-25 അധ്യയന വർഷം SSLC പരീക്ഷയിൽ 100 മേനി വിജയവും 24 ഫുൾ A+ഉം 5 9A+ഉം 50 8A+ഉം കരസ്ഥമാക്കി ഉന്നതിയിലെത്താൻ ലിറ്റിൽ ഫ്ലവർ സ്കൂളിന് കഴിഞ്ഞു. 2025 ഏപ്രിൽ മെയ് മാസങ്ങളിലായി സ്കൂൾ ഓഫീസ്, ലിറ്റിൽ ഫ്ലവർ ഹാൾ എന്നിവയുടെ നവീകരണം നടത്തുകയുണ്ടായി. പെൺകുട്ടികളോടൊപ്പം ആൺകുട്ടികൾക്കും പ്രവേശനം സാധ്യമാക്കിയ ഈ അധ്യയന വർഷത്തെ പ്രവേശനോത്സവം 2025 ജൂൺ 9 സ്കൂൾ മാനേജർ റവറൻഡ് സിസ്റ്റർ ജോളി തെരേസ് CMGയുടെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ വർണ്ണാഭമായി നടത്തപ്പെട്ടു. കഴിഞ്ഞ വർഷം LSS USS വിജയികളായ കുട്ടികൾ തിരിതെളിച്ച് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. 2024-25 അധ്യയന വർഷത്തിൽ SSLC പരീക്ഷയിലും ഇതര മത്സര പരീക്ഷകളിലും ഉന്നത വിജയം നേടിയ കുട്ടികളെ ആദരിക്കുന്നതിനായി ജൂലൈ 17-ാം തീയതി പ്രതിഭാസംഗമം നടത്തപ്പെട്ടു. കുട്ടികളിൽ ദേശീയ ബോധവും അറിവും വളർത്തുന്നതിനായി ദിനാചരണങ്ങൾ വിവിധ കർമ്മ പരിപാടികളോടെ നടത്തുകയുണ്ടായി. ഓണം, ക്രിസ്തുമസ് എന്നിവ സമുചിതമായി ആഘോഷിച്ചു. ഓണത്തോടനുബന്ധിച്ച് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികളെ സഹായിക്കുന്നതിനായി ചങ്ങാതിക്കൊരു പൊന്നോണം എന്ന പദ്ധതി നടപ്പിലാക്കി. 2024-25 അധ്യയന വർഷത്തെ PTA ജനറൽ ബോഡി യോഗം ജൂലൈ 17-ാം തീയതി നടത്തി എക്സിക്യൂട്ടീവ് അംഗങ്ങളെ തിരഞ്ഞെടുത്തു. PTA പ്രസിഡന്റായി ശ്രീ വിനോദ് B, MPTA പ്രസിഡന്റായി ശ്രീമതി ലീന ജോഷി എന്നിവർ തിരഞ്ഞെടുക്കപ്പെട്ടു. കുട്ടികളുടെ സർവോന്മുഖമായ വളർച്ച ലക്ഷ്യമാക്കി വിവിധ സംഘടനകൾ പ്രവർത്തിച്ചു വരുന്നു. റെഡ് ക്രോസിന്റെയും വിൻസെന്റ് പോളിന്റെയും നേതൃത്വത്തിൽ ക്രിസ്തുമസിനോടനുബന്ധിച്ച് കിടങ്ങറ സ്നേഹതീരം മാനസികാരോഗ്യ കേന്ദ്രം സന്ദർശിക്കുകയും സ്റ്റേഷനറി സാധനങ്ങൾ നൽകുകയും ചെയ്തു. ലിറ്റിൽ കൈറ്റ്സിന്റെ നേതൃത്വത്തിൽ എന്റെ സ്കൂൾ എന്റെ അഭിമാനം എന്ന പേരിൽ നടന്ന സംസ്ഥാനതല റീൽസ് മത്സരത്തിൽ ആലപ്പുഴ ജില്ലയിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട 4 സ്കൂളുകളിൽ ഒന്നാകാൻ സാധിച്ചത് വളരെ അഭിമാനകരമാണ്. കുട്ടികളുടെ കഴിവുകൾ കണ്ടെത്തുന്നതിനും വളർത്തുന്നതിനുമായി വിവിധ ക്ലബ്ബുകൾ പ്രവർത്തിക്കുകയും പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുകയും ചെയ്യുന്നു. വിദ്യാരംഗം കലാസാഹിത്യവേദി മങ്കമ്പ് ഉപജില്ലാ കലോത്സവത്തിൽ ഫസ്റ്റ് ഓവറോൾ കരസ്ഥമാക്കുകയുണ്ടായി. ഓഗസ്റ്റ് മാസം 14-ാം തീയതി നടന്ന തിരഞ്ഞെടുപ്പിൽ സുശക്തമായ ഒരു സ്കൂൾ പാർലമെന്റ് നിലവിൽ വന്നു. കുമാരി ടെസ് മരിയ മാർട്ടിൻ സ്കൂൾ ലീഡറായി തിരഞ്ഞെടുക്കപ്പെട്ടു. സിവിൽ സർവീസ് ഉൾപ്പെടെയുള്ള മത്സര പരീക്ഷകളുടെ തയ്യാറെടുപ്പുകൾ ലക്ഷ്യമാക്കി ദിശ എന്ന എൻറിച്ച്മെന്റ് പ്രോഗ്രാം എല്ലാ ചൊവ്വാഴ്ചയും നടന്നുവരുന്നു. കൂടാതെ ഫുട്ബോൾ പരിശീലനം, ജർമ്മൻ ഭാഷാ പരിശീലനം, USS NMMS പരിശീലനവും നടന്നുവരുന്നു. കുമാരി അലേഖ സാജു കഴിഞ്ഞ വർഷം USS സ്കോളർഷിപ്പിന് അർഹയായി. മങ്കമ്പ് ഉപജില്ലാ ശാസ്ത്രമേളയിൽ സയൻസ്, സോഷ്യൽ സയൻസ്, IT വിഭാഗങ്ങളിൽ യഥാക്രമം HS UP വിഭാഗം സെക്കൻഡ് ഓവറോൾ കരസ്ഥമാക്കിയുണ്ടായി. ഉപജില്ലാ കലോത്സവത്തിലും സെക്കൻഡ് ഓവറോൾ നേടുകയുണ്ടായി. ആലപ്പുഴ റവന്യൂ ജില്ലാ കലോത്സവത്തിൽ പളിയ നൃത്തം ഫസ്റ്റ് എ ഗ്രേഡ് കരസ്ഥമാക്കി സംസ്ഥാനതല മത്സരത്തിന് യോഗ്യത നേടി. വിജയികൾക്ക് അഭിനന്ദനങ്ങൾ. നമ്മുടെ സ്കൂൾ വിദ്യാർത്ഥി മാസ്റ്റർ അലക്സ് സേവ്യർ മങ്കമ്പ് സബ് ജില്ലാ ഫുട്ബോൾ ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുകയും കുമാരി സിയ സുനിൽ ആലപ്പുഴ ജില്ലയെ പ്രതിനിധീകരിച്ച് സംസ്ഥാന സബ് ജൂനിയർ വിഭാഗം ബാസ്കറ്റ്ബോളിൽ പങ്കെടുക്കുകയും ബ്രോൺസ് മെഡൽ കരസ്ഥമാക്കുകയും ചെയ്തു. ഇരുവർക്കും അഭിനന്ദനങ്ങൾ. സ്കൂളിന്റെ സ്വർഗീയ മധ്യസ്ഥയായ വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ തിരുനാൾ ഒക്ടോബർ 4-ാം തീയതി സമുചിതമായി ആഘോഷിച്ചു. ഈ വർഷത്തെ പ്രസിദ്ധേന്തി ശ്രീമതി ഉഷ ജോസഫ് ടീച്ചറായിരുന്നു. നമ്മെ അനുദിനം കാത്തു സംരക്ഷിക്കുന്ന കാരുണ്യവാനായ ദൈവത്തിന് നന്ദി അർപ്പിച്ചുകൊണ്ടും സ്കൂളിന്റെ മധ്യസ്ഥയായ വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ മാധ്യസ്ഥം യാചിച്ചുകൊണ്ടും 99-ാമത് വാർഷിക സമ്മേളനത്തിൽ ഈ പ്രവർത്തന റിപ്പോർട്ട് സവിനയം സമർപ്പിക്കുന്നു.